യഥോ ധർമ്മ തഥോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. ലളിതമായ ആത്മീയജ്ഞാനം എന്ന പേരിൽ സനാതനം എന്ന ചാനലിലൂടെ സനാതനധർമ്മത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്ന ഈ ആത്മീയജ്ഞാന പരമ്പരയിൽ കഴിഞ്ഞ ഭാഗങ്ങളിൽ മഹാഭാരത കഥയാണ് പറഞ്ഞ് തുടരുന്നത്. കഴിഞ്ഞ ഭാഗത്ത് മഹാഭാരത കഥയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ഹസ്തിനപുരിയുടെ അപ്പോഴത്തെ രാജാവായിരുന്ന വിചിത്രവീര്യൻ്റെ അകാല നിര്യാണത്തോടുകൂടി ഹസ്തിനപുരിക്ക് പുനരവകാശികളില്ലാതെ വരികയും പുനരവകാശികളെ ഇല്ലാത്ത രാജ്യത്തിൻ്റെ അവസ്ഥ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഗഹനമായി ചിന്തിച്ചും ചർച്ച ചെയ്തും ഇരിക്കുന്ന ഭീഷ്മരും സത്യവതിയും പരസ്പരം അതിനെക്കുറിച്ച് സംസാരിക്കുകയും ആ സമയത്ത് സത്യവതി തൻ്റെ കൗമാരപ്രായത്ത് തന്നെ തനിക്കുണ്ടായ ഒരു പുത്രൻ്റെ കഥ ഭീഷ്മരെ അറിയിക്കുകയും എന്നാൽ ആ ആദ്യ പുത്രനുമായി ആലോചിച്ച് വേണ്ടുന്നത് ചെയ്തു കൊള്ളാൻ ഭീഷ്മൻ സത്യവതിക്ക് അനുവാദം കൊടുക്കുകയും അതുപ്രകാരം സത്യവതി തൻ്റെ പുത്രനെ ഓർമ്മിച്ച് അവിടെ വരുത്തുകയും തൻ്റെ സത്യവതിയുടെ ആദ്യ പുത്രനായ വ്യാസൻ ഹസ്തിനപുരിയുടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണം എന്ന സത്യവതിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിന് തയ്യാറാവുകയും അതിലേക്കായി വിചിത്രവീരൻ്റെ ഭാര്യമാരായിരുന്ന അംബികയും അംബാലികയിലും അംബികയ്ക്ക് പുത്രനെ നൽകി ആ രാജ്യത്തിൻ്റെ പരമ്പര നിലനിർത്തലേക്ക് വേണ്ടി തീരുമാനിക്കുന്ന ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ ഇന്ന് തന്നെ പ്രതീക്ഷിച്ചു കൊള്ളാൻ അംബികയെ അറിയിച്ചു കൊള്ളാൻ പറഞ്ഞിട്ട് അപ്രത്യക്ഷമായ വ്യാസനെ പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രിയിൽ അംബിക തൻ്റെ കിടപ്പറയിൽ കാത്തു കിടക്കുന്ന ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. രാത്രി വളരെ വൈകി നാഴികകളും വിനാഴികകളും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. അർദ്ധരാത്രിയോടടുത്ത സമയത്ത് ആ മുറിയിൽ ഒരാളുടെ അനക്കം അനുഭവപ്പെടുകയും ഇത് ആരാണ് എന്ന് കാണുന്നതിലേക്ക് വേണ്ടി ശ്രമിച്ച അംബികയ്ക്ക് അവിടുത്തെ എണ്ണ വിളക്കുകളുടെ പ്രകാശത്താൽ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. വളരെ വൃദ്ധനാണെന്ന് തോന്നിക്കുന്ന ഒരാൾ, തലമുടിയും മീശ താടി രോമങ്ങളുമെല്ലാം ചെമ്പിച്ച ഒരു മനുഷ്യൻ തൻ്റെ മുറിയിൽ നിൽക്കുന്നതായിട്ട് തോന്നുകയും തന്നെ സമീപിക്കുന്നതായിട്ട് തോന്നുകയും ചെയ്ത അംബിക അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹത്തിൻ്റെ ഗന്ധവും സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കണ്ണുകൾ ഇറുകെ അടയ്ക്കുകയും എന്നാൽ വ്യാസൻ തൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിലേക്ക് വേണ്ടി അടുത്തെത്തുകയും അത് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. അംബികയുടെ മണികറയിൽ നിന്ന് പുറത്തുപോയ വ്യാസൻ നൂരെ അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷയാവുകയും വ്യാകുലതയോടുകൂടി വീക്ഷിച്ചിരിക്കുകയായിരുന്ന സത്യവതി പുത്രനെ കണ്ടുടൻ പുത്രൻ ഇപ്രകാരം പറഞ്ഞു: അലയോ മാതേ, ഈ രാജ്യത്തിന് അവകാശികളുണ്ടാകുന്നതിലേക്ക് വേണ്ടി അംബികയിൽ ഒരു പുത്രനെ ജനിപ്പിക്കണമെന്ന അമ്മയുടെ ആഗ്രഹം നിർവഹിച്ച് ഞാൻ കഴിഞ്ഞു. എന്നാൽ
അംബിക പ്രസവിക്കുന്നത് 10,000 ആനകളുടെ ബലമുള്ള ഒരു ഉണ്ണിയെയായിരിക്കും. പക്ഷേ അവൻ അന്ധനായിരിക്കും. അതിന് കാരണം എൻ്റെ വിരൂപത കാണാൻ വയ്യാതെ ഇറുകെ കണ്ണടച്ചിരുന്ന ആ മാതാവിൻ്റെ ആ ചെയ്ത കുറ്റത്തിന് ഫലമായി 10,000 ആനകളുടെ ബലമുള്ള ആ ഉണ്ണി കുരുടനായിരിക്കും എന്ന് പറയുകയും ഇത് കേട്ട് ഞെട്ടിയ സത്യവതി, ഹസ്തിനപുരി രാജ്യത്തിൻ്റെ അരജൻ കുരുടനോ? അതെനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല വ്യാസ, നീ എന്താണ് ഈ കാട്ടിയത് എന്ന്. മാതാവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം പുത്രൻ അനുഭവിക്കേണ്ടത് ബാധ്യതയാണ്. അതനുസരിച്ചാണ് അങ്ങനെ സംഭവിക്കുന്നത്. അമ്മ അതിൽ വ്യസനിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയും, എന്നാൽ സത്യവതി, പുത്ര, നീ ഒരവസരം കൂടി നിനക്ക് തരുന്നു. വിചിത്രവീരൻ്റെ ഭാര്യമാരിൽ ഇനി ഒരാൾ കൂടെ ഈ കൊട്ടാരത്തിലുണ്ടല്ലോ. വൈകല്യമില്ലാത്ത ഒരു പുത്രനെ അവൾക്കൂടെ നീ നൽകിയാലും ശരി മാതേ, സമയമാവുമ്പോൾ എന്നെ സ്മരിച്ചാൽ മതി, ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. മാസങ്ങൾ കടന്നുപോയി. അംബിക പ്രസവിച്ചു. വളരുമ്പോൾ 10,000 ആനകളുടെ ബലമുണ്ടാകത്തക്ക രീതിയിലുള്ള ബാല്യബലം അപ്പോഴുതന്നെ കാണപ്പെടുകയും എന്നാൽ അവൻ കുരുടനായിരിക്കുകയും ചെയ്തു. അവനെ ധൃതരാഷ്ട്രൻ എന്ന് പേര് നൽകി. മാസങ്ങൾ കഴിഞ്ഞ് സത്യവതി അംബാലികയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം വ്യാസനെ സ്മരിക്കുകയും വ്യാസൻ അവിടെ പ്രത്യക്ഷമാവുകയും മേൽ അംബികയുടെ മണിയറയിൽ പോയതുപോലെ തന്നെ അംബാലികയുടെ മണിയറയിലും പോവുകയും അംബാലികയ്ക്കും വ്യാസൻ്റെ വൈരൂപ്യവും ഗന്ധവും സഹിക്കാൻ കഴിയാതിരിക്കുകയും അത് പ്രകാരം വ്യാസനെ കണ്ട അംബാലിക വിളറി വെളുത്ത് പാണ്ഡൂരയാവുകയും ഇത് ശ്രദ്ധിക്കാതെ തൻ്റെ ദൗത്യം നിർവഹിച്ച് അവിടെ നിന്ന് കടന്നുപോയ വ്യാസൻ മാതാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട്, മാതേ, എൻ്റെ വൈരൂപ്യത്തെ സ്വീകരിക്കാൻ അംബാലികയ്ക്കും കഴിഞ്ഞില്ല. അവളും അതിമനോഹരമായ ഒരു ഉണ്ണിയെ പ്രസവിക്കും. പക്ഷേ അവൻ പാണ്ഡുവായിരിക്കും, അവന് പാണ്ഡു എന്ന് തന്നെയായിരിക്കും പേരും എന്ന്. ഇതും കേട്ട് കഴിഞ്ഞ സത്യവതി വീണ്ടും ഞെട്ടി ധരിച്ച് പുത്രനോട് അപേക്ഷിച്ചു, എൻ്റെ പൊന്നുപുത്ര, ഈ അതിവിശാലമായ ഹസ്തിനപുരി രാജ്യത്തിന് ഒരു വൈകല്യവുമില്ലാത്ത ഒരു രാജാവിനെ ആവശ്യമാണ്. അതിനാൽ നീ ഒരിക്കൽ കൂടി എൻ്റെ അപേക്ഷ സ്വീകരിച്ച് ഞാൻ വീണ്ടും അംബികയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു ഉണ്ണിയെ കൂടി ഈ രാജ്യത്തിന് നീ നൽകിയാലും എന്ന് അപേക്ഷിക്കുകയും അതിന് സമയമാവുമ്പോൾ മാതാവ് എന്നെ സ്മരിക്കുക, ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വ്യാസൻ അപ്രത്യക്ഷമാവുകയും ചെയ്തു. മാസങ്ങൾ വീണ്ടും കടന്നുപോയി. അംബാലികയും ഒരുണ്ണിയെ പ്രസവിച്ചു. വ്യാസൻ പറഞ്ഞതുപോലെ അവൻ പാണ്ഡുവായിരുന്നു. അവന് പാണ്ഡു എന്ന് തന്നെ പേര് നൽകി. വീണ്ടും അംബികയെ സമീപിച്ച സത്യവതി തൻ്റെ രാജ്യത്തിന് ഒരു വൈകല്യമില്ലാത്ത ഒരു ഉണ്ണി വ്യാസനിൽ നിന്ന് ലഭിക്കുമെന്നും അതിനാൽ വ്യാസൻ്റെ വൈരൂപ്യങ്ങളെല്ലാം നീ സഹിച്ചു കൊള്ളണമെന്നും ഒരു ദിവസം കൂടി വ്യാസനെ നീ സ്വീകരിക്കണമെന്നും അപേക്ഷിക്കുകയും മാതാവിൻ്റെ അപേക്ഷ നിരസിക്കാൻ നിവൃത്തിയില്ലാതെ അംബിക അത് സമ്മതിക്കുകയും അതുപ്രകാരം സത്യവതി വ്യാസനെ സ്മരിച്ച് അവിടെ വരുത്തുകയും എന്നാൽ ഓർത്തപ്പോൾ ഒരു ദിവസം കൂടെ വ്യാസൻ്റെ വൈരൂപ്യത്തെയും ഗന്ധത്തെയും കാണുന്നതിനോ അടുത്ത് വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനോ കഴിയാതിരുന്ന അംബിക തൻ്റെ മണിയറയിൽ തൻ്റെ തോഴിയെ തന്നെപ്പോലെ അലങ്കരിച്ച് അവിടെ കിടക്കാൻ നിർദ്ദേശിച്ച് മാറിക്കളയുകയാണ് ചെയ്തത്. വ്യാസൻ മുൻപ് അംബികയുടെയും അംബാലികയുടെയും മുന്നിലെത്തിയതുപോലെ തന്നെ ആ സമയത്തും ആ മണിയറയിലെത്തുകയും
അതീവ സന്തുഷ്ടയായി വൈരൂപ്യത്തിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാത്ത അവിടെ ഉണ്ടായിരുന്ന അംബികയുടെ ദാസി വളരെ സ്നേഹമയമായി വ്യാസനെ ഗാഠം പുണരുകയും വ്യാസൻ സന്തോഷമായി തന്നെ അവളെ പ്രാപിച്ചതിന് ശേഷം അവളോട് ഇപ്രകാരം പറയുകയും ചെയ്തു: ഇനി മുതൽ നീ ഈ കൊട്ടാരത്തിലെ ദാസിയല്ല, നീ അതിശ്രേഷ്ഠനായ ഒരു ഉണ്ണിയെ പ്രസവിക്കും. അവൻ അതീവ ബുദ്ധിശക്തിയും ധർമ്മിഷ്ഠനും കാര്യശേഷിയുള്ളവനും ഈ ലോകം തന്നെ എക്കാലവും സ്മരിക്കുന്നവനുമായിരിക്കും. രാജനീതികളെക്കുറിച്ചും ധർമ്മനിഷ്ഠകളെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും ലോകപരിപാലനത്തെക്കുറിച്ചും സർവ്വജനങ്ങളെയും പഠിപ്പിക്കേണ്ട പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരിക്കും നിൻ്റെ ഉണ്ണി. ഇത് പറഞ്ഞ് അവളെ അനുഗ്രഹിച്ച് വ്യാസൻ അവിടെ നിന്ന് കടന്നു പോവുകയും അതേ വിവരങ്ങൾ മാതാവിനെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം വ്യാസൻ അപ്രത്യക്ഷമാവുകയും വീണ്ടും മാസങ്ങൾ കടന്നുപോയി. അംബികയുടെ തോഴി പ്രസവിച്ചു. അതിമനോഹരനായ ശ്രേഷ്ഠനായ ഒരുണ്ണിയായിരുന്നു അവൻ. അവന് വിതുരർ എന്ന് പേര് നൽകുകയും ചെയ്തു. അങ്ങനെ ഹസ്തിനപുരി കൊട്ടാരത്തിൽ ഭീഷ്മരുടെ ലാളനയിൽ ധൃതരാഷ്ട്രരും പാണ്ഡവും വിതുരരും അങ്ങനെ വളർന്നു വന്നു. ഇനി ഈ വിതുരനാർ ആയി ജനിച്ചത് സാക്ഷാൽ യമധർമ്മദേവനാണ്. യമധർമ്മദേവൻ മനുഷ്യനായി അവതരിക്കാൻ ഉണ്ടായ സാഹചര്യത്തിൻ്റെ കഥ കൂടെ ഞാൻ ഇപ്പോൾ പ്രതിപാദിക്കാം. ഹസ്തിനപുരിയിൽ ദ്വാപരയുഗത്തിൽ ഈ കഥ നടക്കുന്നതിന് വളരെ മുമ്പ് അതിശ്രേഷ്ഠനായ ഒരു ഋഷിവര്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മാണ്ഡവ്യൻ എന്നായിരുന്നു. മാണ്ഡവ്യൻ തൻ്റെ ആശ്രമത്തിന് മുന്നിൽ മൗന ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഏതാനും തസ്കരന്മാർ അതുവഴി എന്തോ മോഷണ മുതലുമായി ഓടി വരികയും അവരുടെ പുറകെ രാജകിങ്കന്മാർ ഓടിച്ചു വരികയും ചെയ്തു. ആദ്യം ആശ്രമത്തിന് മുന്നിലെത്തിയ തസ്കരന്മാർ ഒന്നും കാണാതെ ഒന്നും അറിയാതെ മൗന വ്രതത്തിലിരിക്കുകയായിരുന്ന മാണ്ഡവ്യനെ കണ്ടിട്ട് രാജകിങ്കരന്മാരടുത്തെത്തുന്ന ഭയത്താൽ ഓടി ആ ആശ്രമത്തിനുള്ളിൽ കയറുകയും മോഷ്ടിച്ചു കൊണ്ടുവന്ന ആ മുതലുകളെല്ലാം ആശ്രമത്തിൽ വച്ചതിന് ശേഷം പുറം വാതിലിലൂടെ പുറത്തിറങ്ങി രക്ഷപ്പെടുകയും ചെയ്തു. ഈ സമയത്ത് രാജകിങ്കരന്മാർ ആശ്രമത്തിന് പുറത്തു വരികയും ആശ്രമത്തിന് പുറത്ത് ഒരാൾ അപ്പോഴും മൗനമായി ഇരിക്കുന്നത് കാണുകയും തങ്ങൾ ഓട്ടിച്ചു കൊണ്ടുവന്ന തസ്കരന്മാർ എവിടെയാണെന്നറിയാൻ അവരിതിനകത്തൊളിച്ചിരിക്കുകയാണോ എന്ന് നോക്കുന്നതിലേക്ക് വേണ്ടി ആശ്രമത്തിനകത്ത് കയറുകയും ആശ്രമത്തിനകത്ത് കയറിയപ്പോൾ ആളിനെ ആരെയും അവിടെ കാണാതിരിക്കുകയും എന്നാൽ മോഷണ മുതലുകൾ അവിടെ കിടക്കുകയും ചെയ്തു. ഇവ എടുത്തു കഴിഞ്ഞ രാജകിങ്കരന്മാർക്ക് ഇത് ഈ പുറത്ത് മൗനത്തിലിരിക്കുന്ന വ്യക്തി നിർദ്ദേശിച്ചത് പ്രകാരം മോഷണിച്ച് കൊണ്ടുവന്നതാണെന്ന് തോന്നുകയും ഇവിടെ കൊണ്ടിട്ടിട്ട് അവർ കടന്നുപോയതാണ് എന്ന് തോന്നി. രാജകിങ്കരന്മാർ ആ മോഷണ മുതലും അതിനോടൊപ്പം പുറത്തിരുന്ന മാണ്ഡവ്യൻ എന്ന ഋഷിയെയും പിടിച്ച് രാജാവിന് മുന്നിലെത്തിക്കുകയും രാജാവ് ആ കാലഘട്ടത്തിൽ ആ രാജ്യത്ത് ഏറ്റവും വലിയ കുറ്റം ചെയ്യുന്നവർക്ക് നൽകുമായിരുന്ന ശിക്ഷ കുന്തത്തിൽ കോർത്ത് കൊല്ലുക എന്നതായിരുന്നു. അതേ ശിക്ഷ ഈ രാജാവിനെയും വിധിച്ചു. ആ രാജാവ് മാണ്ഡവ്യൻ എന്ന ഈ ഋഷിയെയും വിധിച്ചു. ഇദ്ദേഹത്തെ കുന്തത്തിൽ കോർത്ത് തലകീഴായി കെട്ടി കൊല്ലുക. രാജകിങ്കരന്മാർ മാണ്ഡവ്യനെ പിടിച്ച് ആ രാജ്യത്ത് ഈ ശിക്ഷാവിധി നടപ്പാക്കുന്ന പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ കുന്തത്താൽ ഇടിച്ച്
ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്തേക്ക് കുന്തമെത്തുന്ന രീതിയിൽ കുത്തി ഇറക്കിയതിന് ശേഷം തല കീഴായി കെട്ടിത്തൂക്കി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ശിക്ഷ നടപ്പാക്കുമ്പോൾ ആ വ്യക്തി മരണമടയുകയായിരുന്നു പതിവെങ്കിൽ ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ട് മാണ്ഡവ്യന് മരണം സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, യാതൊരു കുലുക്കവുമില്ലാതെ അപ്പോഴും ധ്യാനാവസ്ഥയിൽ കിടക്കുകയായിരുന്നു മാണ്ഡവ്യൻ. ഈ വിവരം ആ രാജ്യത്തിലെ അനേകം മനുഷ്യരറിയുകയും അനേകം ഋഷിശ്രേഷ്ഠന്മാർ ഇതറിഞ്ഞ് അത്ഭുതപ്പെടുകയും ചെയ്തു. തങ്ങൾ പോലും ഇത്തരം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ തങ്ങളുടെ തപശക്തിക്ക് ഒരു പക്ഷേ കഴിഞ്ഞില്ല എന്ന് വരും. എന്നാൽ മാണ്ഡവ്യൻ അതിശ്രേഷ്ഠനായതുകൊണ്ടാണ് അദ്ദേഹം മരണമടയാത്തതെന്നും മാത്രവുമല്ല, അദ്ദേഹം യാതൊരു വേദനയും അറിയാതെ ഇപ്പോഴും തപസ്സിൽ തന്നെ തുടരുന്നതെന്ന് മനസ്സിലാക്കി ആ ഋഷിശ്രേഷ്ഠന്മാരെല്ലാം മാണ്ഡവ്യനെ കാണുന്നതിലേക്ക് വേണ്ടി അവിടെ വരികയും അവർ മാണ്ഡവ്യനോട് ഇപ്രകാരം ചോദിക്കുകയും ചെയ്യും: അല്ലയോ ഋഷിശ്രേഷ്ഠ, ഒരു തെറ്റും ചെയ്യാതിരുന്ന അങ്ങയെ മഹാരാജാവ് ഇത്തരത്തിൽ ശിക്ഷിക്കുന്നതിലേക്ക് വേണ്ടി എന്ത് തെറ്റാണ് അങ്ങ് ചെയ്തത് എന്ന്, എന്ത് കുറ്റമാണ് അങ്ങ് ചെയ്തിട്ടുള്ളത്? ഇത് കേട്ട് കഴിഞ്ഞ മാണ്ഡവ്യൻ ആ ഋഷിശ്രേഷ്ഠന്മാരോട് പറഞ്ഞു: എന്നെ ആരും ദ്രോഹിച്ചിട്ടുമില്ല, എന്നെ ആരും ഒരു ശിക്ഷ തന്നിട്ടുമില്ല, എനിക്ക് അങ്ങനെ ഒരു ശിക്ഷ അനുഭവിക്കുന്നുമില്ല, നിങ്ങൾ കാണുന്നതെല്ലാം മായയാണ് എന്ന് പറഞ്ഞ് ആ അവസ്ഥ തുടരുകയാണ് മാണ്ഡവ്യൻ ചെയ്തത്. വീണ്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും വർഷങ്ങൾ തന്നെയായിട്ടും മരണമില്ലാതെ അതേ അവസ്ഥയിൽ കിടക്കുകയായിരുന്ന ഈ മാണ്ഡവ്യൻ്റെ ഈ വിവരം രാജാവ് അറിയാനിടയാവുകയും രാജാവ് നേരിട്ട് ഭൃത്യന്മാരോടൊപ്പം മാണ്ഡവ്യനടുത്തെത്തുകയും ഋഷി ശ്രേഷ്ഠനായ മാണ്ഡവ്യനോട് ക്ഷമ യാചിക്കുകയും ചെയ്യും. അല്ലയോ മഹാത്മാവേ, അങ്ങ് ആരാണെന്നറിയാതെ, അങ്ങ് എന്താണ് ചെയ്തതെന്നറിയാതെ അങ്ങേക്ക് ഈ ശിക്ഷ വിധിച്ച എന്നോട് പുറത്താലും എന്നോട് ക്ഷമിച്ചാലും എന്ന് മാണ്ഡവ്യനോട് അപേക്ഷിക്കുകയും അങ്ങയോട് ഞാൻ പൂർണ്ണമായി ക്ഷമിച്ചിരിക്കുന്നു, ഇത് അങ്ങയുടെ കുറ്റമല്ല, ഇതാരുടെ കുറ്റമാണെന്ന് എനിക്കറിയാം, അതിന് പരിഹാരം ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് രാജാവിനെ പറഞ്ഞയക്കുകയും ഈ സമയത്ത് രാജാവ് തൻ്റെ പ്രജകളോടായി മാണ്ഡവ്യ മഹാമുനിയെ താഴെ ഇറക്കി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കുത്തിവെച്ചിരിക്കുന്ന കുന്തത്തെ വലിച്ചൂരിയെടുക്കാൻ നിർദ്ദേശിക്കുകയും എന്നാൽ താഴെ ഇറക്കിയ മാണ്ഡവ്യനിൽ നിന്ന് ആ കുന്തത്തെ വലിച്ചൂരാൻ ഒരു ഭൃത്യന്മാരായാലും എല്ലാ ഭൃത്യന്മാരും ശ്രമിച്ചിട്ട് നടക്കാതെ വരികയും അവസാനം രാജനിർദ്ദേശപ്രകാരം തന്നെ ആ കുന്തത്തിൻ്റെ ഇരുവശങ്ങളും ശരീരത്തിൽ ചേർന്നിരിക്കുന്ന ഭാഗം വെച്ച് മുറിച്ചു മാറ്റുകയും ചെയ്തു. അങ്ങനെ കുന്തത്തിൻ്റെ ഉൾഭാഗം ശരീരത്തിനുള്ളിൽ ആയി വീണ്ടും നടന്നുപോയ മാണ്ഡവ്യന് അന്ന് മുതൽ അണിമാണ്ഡവ്യൻ എന്ന് പേരാവുകയും അനേകം വർഷം അനേകം ശിഷ്യന്മാരാൽ അണിമാണ്ഡവ്യൻ ജീവിക്കുകയും അവസാനം ഈ ഭൂമുഖത്തുള്ള ജീവിതം മതിയെന്ന് തോന്നി തൻ്റെ ശരീരം ഉപേക്ഷിച്ച് ആത്മാവ് നൂരെ അണിമാണ്ഡവ്യൻ്റെ ആത്മാവ് യമധർമ്മലോകത്ത് ആദ്യം എത്തുകയും യമധർമ്മലോകത്ത് ചെന്ന മാണ്ഡവ്യൻ യമധർമ്മദേവൻ സിംഹാസനത്തിലിരിക്കുന്നത് കണ്ട് അടുത്ത് ചെന്ന് ഇപ്രകാരം ചോദിച്ചു: അല്ലയോ ധർമ്മരാജാവേ, ധർമ്മം മാത്രം നടപ്പാക്കാൻ വിധിക്കപ്പെട്ട അങ്ങ് ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് അറിയിച്ചാലും കുന്തത്തിൽ കോർത്ത് നിർത്തത്തക്ക രീതിയിൽ ഞാൻ ചെയ്ത കുറ്റം എന്താണ് എന്ന് എന്നെ അറിയിച്ചാലും എന്ന് ധർമ്മദേവനോട് പറയുകയും ഇത് കേട്ട ധർമ്മദേവൻ: അല്ലയോ മാണ്ഡവ്യ, അങ്ങ് ബാല്യത്തിൽ ചെറു പ്രാണികളെ പിടിച്ച് നൂലുകൊണ്ട് കോർത്ത് രസിച്ചിട്ടുണ്ട്, അതിൻ്റെ ശിക്ഷയാണ് അങ്ങേക്ക് ഈ കിട്ടിയത് എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മാണ്ഡവ്യൻ അതീവ കോപിഷ്ഠനാവുകയും: ഹേ ധർമ്മരാജ, ധർമ്മം മാത്രം ചെയ്യേണ്ട അങ്ങ് ബാല്യകാലത്തിൽ ചെയ്ത ഈ ചെറിയ തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ നൽകിയത് ശരിയാണോ? എന്നാൽ എൻ്റെ തപശക്തി എന്താണെന്ന് അങ്ങ് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി മുതൽ 14 വയസ്സ് വരെയുള്ള ഉണ്ണികൾ ബാല്യകാലത്ത് ചെയ്യുന്ന തെറ്റുകളൊന്നും
ശിക്ഷ അർഹിക്കുന്നതല്ല എന്ന് ഞാനിതാ വിധിക്കുന്നു. മാത്രവുമല്ല, അങ്ങ് ഭൂമിയിൽ ഒരു മനുഷ്യനായി ഒരു ശൂദ്രസ്ത്രീയുടെ പുത്രനായി ജനിക്കട്ടെ എന്ന് അണിമാണ്ഡവ്യൻ ശപിക്കുകയും ആ ശാപപ്രകാരം ധർമ്മദേവൻ ഭൂമിയിൽ സ്ത്രീയുടെ പുത്രനായി ജനിച്ചതാണ് വിതുരർ. ആ യമധർമ്മൻ്റെ ധർമ്മ പ്രവൃത്തിയും ധർമ്മജ്ഞാനവുമാണ് വിതുരർക്ക് ലഭിച്ചത്. പ്രിയ സജ്ജനങ്ങളെ, ഞാൻ ഈ ഭാഗം ഇന്നിവിടെ നിർത്തുന്നു. അടുത്ത ഭാഗത്ത് ഭീഷ്മർ ധൃതരാഷ്ട്രരെയും പാണ്ഡുവിനെയും വിതുരരെയും സ്വപുത്രന്മാരെ പോലെ വളരെ ശ്രേഷ്ഠരായി വളർത്തിയെടുക്കുന്നതും, അടുത്ത് ഗാന്ധാരി, കുന്തിദേവി എന്നിവരുടെ ജനനവും ഇവരുടെ മാംഗല്യത്തെയും ഒക്കെ കുറിച്ച് അടുത്ത ഭാഗത്ത് പറയാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.